ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. നമ്മളിന്ന് അരോമാറ്റിസിറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് അരോമാറ്റിസിറ്റി, ഏതൊക്കെ മോളിക്യൂൾസ് അരോമാറ്റിസിറ്റി കാണിക്കും എന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. കാരണം നമുക്കറിയാം അരോമാറ്റിക് കോമ്പൗണ്ട്സിന്റെ പ്രോപ്പർട്ടീസ് ആലിഫാറ്റിക് കോമ്പൗണ്ട്സിന്റെ പ്രോപ്പർട്ടീസിൽ നിന്നും വ്യത്യസ്തമാണ്. അപ്പൊ ആ വ്യത്യസ്തമായ പ്രോപ്പർട്ടീസ് എന്തുകൊണ്ട് കാണിക്കുന്നു, അല്ലെങ്കിൽ ആ അരോമാറ്റിസിറ്റി കാരണം എന്താണ്, അല്ലെങ്കിൽ എത്തരം കോമ്പൗണ്ട്, ഏതൊക്കെ കോമ്പൗണ്ട്സിനാണ് നമ്മൾ അരോമാറ്റിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അതിനുള്ള കുറച്ച് കണ്ടീഷൻസ്, എന്തൊക്കെയാണ് ഒരു മോളിക്യൂള് അരോമാറ്റിക് ആവാൻ വേണ്ട കണ്ടീഷൻസ് എന്നാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത്. അത് നമുക്കറിയാം, ബെൻസീൻ അരോമാറ്റിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ബെൻസീൻ ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്സ്, അതല്ലെങ്കിൽ കോമ്പൗണ്ട്സ് വിച്ച് കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് വൺ ബെൻസീൻ റിംഗ്. അപ്പൊ ബെൻസീൻ അരോമാറ്റിക് ആണെന്ന് നമുക്കറിയാം. അത് വെച്ചിട്ട് കുറച്ച് കണ്ടീഷൻസ് നമുക്ക്, ഒരു മോളിക്യൂൾ അരോമാറ്റിക് ആവണമെങ്കിൽ, അരോമാറ്റിസിറ്റി കാണിക്കണമെങ്കിൽ എന്തൊക്കെ വേണം എന്നുള്ളത് നമുക്ക് ഒരു കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് ആദ്യം തന്നെ നോക്കാം. അതിൽ ഒന്നാമത്തത് the molecule should be സൈക്ലിക് ആയിരിക്കണം. ബെൻസീൻ റിംഗ് സൈക്ലിക് ആണ് എന്ന് പറഞ്ഞാല് അഡ്ജസന്റ് കാർബൺ ആറ്റങ്ങൾ തമ്മില് പി ഓർബിറ്റൽസ് എൻ ടു എൻ അഥവാ ആക്സിയൽ ഓവർലാപ്പിംഗ് നടന്നിട്ട് സിഗ്മ ബോണ്ട് ഫോം ചെയ്തിരിക്കണം. എന്ന് പറഞ്ഞാൽ എല്ലാ അഡ്ജസന്റ് കാർബൺ ആറ്റങ്ങളും പരസ്പരം ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടിരിക്കണം എന്നർത്ഥം. രണ്ടിന്റെയും മോളിക്കുലാർ ഫോർമുല സെയിം ആണ്, നമ്പർ ഓഫ് പൈ ബോണ്ട്സ് സെയിം ആണ്. പക്ഷെ എന്താണ് വ്യത്യാസം? ഇവിടെ ഇത് സൈക്ലിക് അല്ല എന്നുള്ളതാണ്. ഇത് സൈക്ലിക് അല്ല. അപ്പൊ ഒന്നാമത്തത് അരോമാറ്റിക് ആവണമെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ അത് സൈക്ലിക് ആയിരുന്നു. ഇത് അപ്പോ അരോമാറ്റിക് ആണ്, ഇത് നോൺ അരോമാറ്റിക് ആണ്. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. എന്താണ് ഒന്നാമത്തെ കണ്ടീഷൻ? മോളിക്യൂൾസ് സൈക്ലിക് ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് മോളിക്യൂൾസ് പ്ലാനാർ ആയിരിക്കണം. Molecules must be planar. നമുക്കറിയാം ബെൻസീൻ റിംഗ് പ്ലാനാർ ആണ്. ഒടിയൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം പൊങ്ങിയിട്ടോ താണിട്ടോ ഒന്നുമല്ല. ഇത് സൈക്ലിക് ആണ്. എല്ലാ കാർബൺ ആറ്റങ്ങളും തമ്മിൽ പരസ്പരം കണക്റ്റഡ് ആണ്, ബോണ്ടഡ് ആണ് ത്രൂ പി ഓർബിറ്റൽ. പക്ഷെ ഇതിന്റെ പ്രശ്നം പറഞ്ഞാല് ഇത് ഈ ഒരു വശം, ഈ രണ്ട് വശം, ഈ രണ്ട് കോർണറുകൾ അല്പം പൊങ്ങിയിട്ടാണ്. ഒരു ടബ് പോലെ, ഒരു ബാത്ത് ടബ് പോലെ ഇരിക്കുന്നു. ഈ വശം ഈ വശം ഇങ്ങനെ അല്പം പൊങ്ങിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ അത് പ്ലാനാർ അല്ല മോളിക്യൂൾ എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു സൈക്ലോ ഒക്ടാ ടെട്രായീൻ, 4 ബോണ്ടുള്ളതുകൊണ്ട് 4 ഡബിൾ ബോണ്ട്സിലുള്ള നമ്മളെ ടെട്രായീൻ എന്ന് പറയും. സൈക്ലോ ഒക്ടാ ടെട്രായീൻ സൈക്ലിക് ആണ്. 8 കാർബൺ ആറ്റം ഉണ്ട്. സോ സൈക്ലോ ഒക്ടാ, 4 ഡബിൾ ബോണ്ട് ഉണ്ട്. സൈക്ലോ ഒക്ടാ ടെട്രായീൻ. ഇവിടെ സൈക്ലോ ഒക്ടാ ടെട്രായീന് രണ്ട് വശം പൊങ്ങിക്കിടക്കുന്നുണ്ട്, ഒരു ടബ് പോലെ ഉള്ളതുകൊണ്ട് ഈ പ്ലാനാരിറ്റി നഷ്ടപ്പെടും. ഇറ്റ് ലോസ് ഇറ്റ്സ് പ്ലാനാരിറ്റി. അപ്പൊ നമുക്ക് അരോമാറ്റിക് ആണ് എന്ത് വേണം? മോളിക്യൂള് പ്ലാനാർ ആയിരിക്കണം. അപ്പൊ ഇത് അരോമാറ്റിക് ആണ്, പക്ഷെ ഇത് നോൺ അരോമാറ്റിക് ആണ്. നോൺ അരോമാറ്റിക് ആണ്. ഓക്കെ. അപ്പൊ രണ്ടാമത്തെ കണ്ടീഷൻ ആണ് മോളിക്യൂൾസ് മസ്റ്റ് ബി പ്ലാനാർ.
പ്ലാനാർ എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം കൂടി നമുക്ക് പറയാൻ പറ്റും. അവയുടെ പി ഓർബിറ്റൽസ് തീർച്ചയായിട്ടും എന്തായിരിക്കണം? P orbitals of the molecule should be aligned so that the electrons present in the ring can be delocalized. അപ്പൊ ആ പി ഓർബിറ്റലിൽ അലൈൻമെന്റ് അങ്ങനെ ആയിരിക്കണം. എങ്ങനെ? ഡീലോക്കലൈസേഷൻ നടക്കാൻ പാകത്തിലുള്ളതായിരിക്കണം. പ്ലാനാർ ആണെങ്കിൽ മാത്രമേ ആ ഒരു അലൈൻമെന്റ് പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു പി ഓർബിറ്റല് നമ്മുടെ സർഫസിൽ നിന്നും മോളിക്യൂളിന്റെ സർഫസിൽ നിന്ന് അല്ലെ പ്ലെയിനിൽ നിന്ന് ഒരുപാട് പൊങ്ങിയിട്ടായിരിക്കും. അപ്പൊ ആ ഒരു ഇപ്പൊ ഉദാഹരണത്തിന് ഇതാണ് പ്ലെയിൻ എന്ന് വിചാരിച്ചു. ഇവിടെ ഒരു പി ഓർബിറ്റ് ഇങ്ങനെ ഈ ഒരു ഭാഗം പൊങ്ങിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള പി ഓർബിറ്റലിലെ ഇലക്ട്രോൺസിന് ഇതുമായിട്ട് ഡീലോക്കലൈസേഷനിൽ ഏർപ്പെടാൻ പറ്റില്ല. അപ്പം പ്ലാനാർ ആണെങ്കിൽ മാത്രമാണ് ആ ഒരു ഡീലോക്കലൈസേഷൻ പോസിബിൾ ആണ്. ഓക്കെ, അപ്പൊ ആ ഡീലോക്കലൈസേഷൻ ഉണ്ടെങ്കിലാണ് അരോമാറ്റിക് ആവുന്നത് അർത്ഥം. അപ്പൊ ഈ ഒരു മോളിക്യൂൾസ് മസ്റ്റ് ബി പ്ലാനാർ എന്ന് വേണം നമുക്ക് ഒരു കാര്യം കൂടി പറയാം. then only delocalization of electrons is possible. അപ്പൊ പ്ലാനാർ ആകുമ്പോഴാണ് ഡീലോക്കലൈസേഷൻ വരുന്നത്. നമുക്കറിയാം ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്. ആ ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺസ് കാരണം കൊണ്ടുകൂടിയാണ് അരോമാറ്റിക് ക്യാരക്ടർ ഉണ്ടാവുന്നത്, അല്ലെ? അപ്പൊ വെറുതെ സൈക്ലിക് ആയ പോരാ, പ്ലാനാർ ആയ പോലെ അത് ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺസും കൂടി ഉണ്ടാവണം. അപ്പൊ പ്ലാനാരിറ്റി ഉണ്ടാവാൻ നമ്മൾ നിർബന്ധം പിടിക്കുന്നതിന്റെ കാരണം വെച്ചാല് പ്ലാനാരിറ്റി അല്ലെങ്കിൽ പ്ലാനാർ ആണെങ്കിൽ മാത്രമേ ഡീലോക്കലൈസേഷൻ നടക്കുള്ളൂ. ഇപ്പൊ ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ മാത്രമേ ഡീലോക്കലൈസ്ഡ് പൈ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ മാത്രമേ അതിന് അരോമാറ്റിക് ക്യാരക്ടർ ഉണ്ടാവും. അപ്പൊ പ്ലാനാർ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് വന്നോണം ഡീലോക്കലൈസേഷൻ പോസിബിൾ ആണ്. നോൺ പ്ലാനാർ ആകുമ്പോൾ ഡീലോക്കലൈസേഷൻ പോസിബിൾ അല്ല. അപ്പൊ നോൺ പ്ലാനാർ ആണ് മോളിക്യൂൾ എങ്കിൽ ഡീലോക്കലൈസേഷൻ പോസിബിൾ അല്ലാത്തതുകൊണ്ട് അത് തീർച്ചയായിട്ടും അരോമാറ്റിക് ക്യാരക്ടർ കാണിക്കില്ല. ഓക്കെ, സോ രണ്ടാമത്തെ പോയിന്റ് ആണ് മോളിക്യൂൾ മസ്റ്റ് ബി പ്ലാനാർ. എന്തിനാണ് പ്ലാനാർ ആവുന്നത്? എന്നാൽ മാത്രമേ ഡീലോക്കലൈസേഷൻ പോസിബിൾ ആവൂ. Then third one, the bonds should be conjugated. നമ്മുടെ പൈ ബോൺസ് കോഞ്ചുഗേറ്റഡ് ആയിരിക്കണം. കോഞ്ചുഗേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു ഡബിൾ ബോണ്ട്, then a single bond, then double bond, single bond, double bond, single bond. Alternate single and double bonds കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കോഞ്ചുഗേറ്റഡ് മോളിക്യൂൾ എന്ന് പറയുന്നത്. മോളിക്യൂൾ ഷുഡ് ബി കോഞ്ചുഗേറ്റഡ്. അപ്പം സൈക്ലിക് ആയിരിക്കണം, പ്ലാനാർ ആയിരിക്കണം, കോഞ്ചുഗേറ്റഡ് ആയിരിക്കണം. ഓക്കെ, കോഞ്ചുഗേറ്റഡ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഓരോ കാർബൺ ആറ്റത്തിലും ഒരു അൺഹൈബ്രിഡൈസ്ഡ് പി ഓർബിറ്റൽ ഉണ്ടാവണം, അല്ലെങ്കിൽ പി ഓർബിറ്റൽസ് അവൈലബിൾ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഒരു കോഞ്ചുഗേഷൻ നടക്കൂ. ഓക്കെ, ഇവിടെ ഒരു പി ഓർബിറ്റല്, ഇവിടെ ഒരു പി ഓർബിറ്റല്, ഇവിടെ ഒരു പി ഓർബിറ്റല്, അങ്ങനെ അപ്പൊ മാത്രമേ അവ തമ്മിൽ ഒരു കോഞ്ചുഗേഷൻ നടക്കൂ. അപ്പൊ കോഞ്ചുഗേറ്റഡ് ആയിരിക്കണം മോളിക്യൂൾ. കോഞ്ചുഗേറ്റഡ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ആൾട്ടർനേറ്റ് ഡബിൾ ആൻഡ് സിംഗിൾ ബോണ്ട്. ഒരു ഡബിൾ ബോണ്ട്, ദെൻ സിംഗിൾ ബോണ്ട്, ദെൻ ഡബിൾ ബോണ്ട്, ദെൻ സിംഗിൾ ബോണ്ട്, അങ്ങനെ. അപ്പൊ നമ്മുടെ ബെൻസീൻ ഇങ്ങനെ എടുത്താൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തെ കണ്ടീഷൻ മോളിക്യൂൾ എന്താണ്? സൈക്ലിക് ആണ്. രണ്ടാമത്തെ കണ്ടീഷൻ മോളിക്യൂൾ പ്ലാനാർ ആണ് എന്ന് പറഞ്ഞാൽ ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺസ് ഉണ്ടെന്നാണ്. ഡീലോക്കലൈസ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്, പ്ലാനാർ ആണ്. ദെൻ കോഞ്ചുഗേറ്റഡ്, അഗെയിൻ ഡീലോക്കലൈസ് ചെയ്യണമെങ്കിൽ എന്ത് സംഭവിക്കണം? കോഞ്ചുഗേറ്റ് ആയിരിക്കണം. അപ്പൊ ഡീലോക്കലൈസേഷൻ എന്ന് പറയുന്നത് നമുക്ക് കാഴ്ചയിൽ തന്നെ മനസ്സിലാവും. പ്ലാനാർ ആയാൽ മാത്രം പോരാ, കോഞ്ചുഗേറ്റഡ് കൂടി ആയിരിക്കണം. എന്നാൽ എന്ത് സംഭവിക്കുള്ളൂ? ഡീലോക്കലൈസേഷൻ സംഭവിക്കുള്ളൂ. അപ്പൊ പ്ലാനാറും കോഞ്ചുഗേറ്റഡ് ആവുമ്പോൾ മാത്രമേ ഡീലോക്കലൈസേഷൻ സംഭവിക്കുള്ളൂ. അപ്പൊ ഈ രണ്ട് കൂടി ഒരുമിച്ച് വേണേ നമുക്ക് എന്ത് പറയാം? ഷുഡ് കണ്ടെയ്ൻ ഡീലോക്കലൈസ്ഡ് പൈ ഇലക്ട്രോൺസ്. ഷുഡ് ബി സൈക്ലിക് ആൻഡ് ഷുഡ് കണ്ടെയ്ൻ ഡീലോക്കലൈസ്ഡ് പൈ ഇലക്ട്രോൺസ്. ഡീലോക്കലൈസ്ഡ് പൈ ഇലക്ട്രോൺസ് വേണമെങ്കിൽ ഉറപ്പിക്കാം അത് പ്ലാനാർ ആയിരിക്കണം, ഒപ്പം കോഞ്ചുഗേറ്റഡും ആയിരിക്കണം. എന്നാൽ മാത്രമേ ഡീലോക്കലൈസേഷൻ പോസിബിൾ ആവുള്ളൂ. ഓക്കെ, എനിവേ നമ്മൾ അങ്ങനെ ചുരുക്കുന്നില്ല തൽക്കാലം. അപ്പൊ ഇത് സൈക്ലിക് ആണ്, പ്ലാനാർ ആണ്, പിന്നെന്താണ്?
ഒരു ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് അങ്ങനെയാണ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് കോൺജുഗേറ്റഡ്. ഓക്കെ, ദെൻ നാലാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് you should follow Huckel's rule. Huckel's rule. എന്താണ് Huckel's rule എന്ന് പറയുന്നത്? ഇതേപോലെ സൈക്ലിക് പ്ലാനാർ കോമ്പൗണ്ട്സ്, cyclic and planar conjugated compounds which contain 4n plus 2 pi electrons cyclic planar and conjugated compounds which contain 4n plus 2 pi electrons are aromatic. അപ്പോൾ cyclic planar conjugated molecule contain 4n plus 2 pi electrons are aromatic, and cyclic planar but it contains 4n pi electrons, not 4n plus 2, 4n pi electrons are anti-aromatic. Anti-aromatic, and the number of value of n is equal to 1, 2, 3, so and so and so. So 4n plus 2 pi electron, 6 electrons, 6 pi electrons. Then 4 into 2 plus 2, 10 pi electrons. 4 into 3 plus 2, 14 pi electrons. അങ്ങനെയൊക്കെ അത്തരം സിസ്റ്റം എന്താണ്? ആരോമാറ്റിക് ആയിരിക്കും. ഇനി 4 എന്ന് പറഞ്ഞാൽ 1 കൊടുത്ത 4 pi electrons ഉള്ളത്, then 8 pi electrons ഉള്ളത്, then 12 pi electrons ഉള്ളതൊക്കെ ആന്റി ആരോമാറ്റിക് ആയിരിക്കും. ഓക്കെ, ആന്റി ആരോമാറ്റിക് പറഞ്ഞാൽ സൈക്ലിക് പ്ലാനാർ സിസ്റ്റത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സൈക്ലിക് അല്ല പ്ലാനാറും അല്ലെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? നോൺ ആരോമാറ്റിക് എന്ന് പറയും. അത് നേരത്തെ പറഞ്ഞു. സൈക്ലിക് അല്ല പ്ലാനാർ അല്ല എങ്കിൽ അത്തരം സിസ്റ്റത്തെ നമ്മൾ കോൺജുഗേറ്റഡ് പൈ ബോണ്ട്സ് ഉണ്ടെങ്കിൽ പോലും അത്തരം സിസ്റ്റത്തെ നമ്മൾ എന്താ പറയുന്നത്? നോൺ ആരോമാറ്റിക് എന്നാണ്. ഫോർ എക്സാമ്പിൾ ബ്യൂട്ടാഡൈൻ എന്ന് പറയുന്നത്. ഇത് പ്ലാനാർ അല്ല സൈക്ലിക് അല്ല, ബട്ട് കോൺജുഗേറ്റഡ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ അതിനെ നോൺ ആരോമാറ്റിക് എന്ന് പറയും. ഓക്കെ, പക്ഷെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു, പക്ഷെ 4n pi ഇലക്ട്രോണേ ഉള്ളൂ എങ്കിൽ നമ്മൾ അതിനെ ആന്റി ആരോമാറ്റിക് എന്ന് പറയും. അപ്പൊ നോൺ ആരോമാറ്റിക്കും ആന്റി ആരോമാറ്റിക്കും നമ്മൾ വ്യത്യാസം ഓർത്തുള്ള. നോൺ ആരോമാറ്റിക് എന്ന് പറഞ്ഞാൽ സൈക്ലിക് ആവില്ല, പ്ലാനാറും ആവില്ല, കോൺജുഗേറ്റഡ് ആവും. സൈക്ലിക് ആവില്ല അല്ലെങ്കിൽ പ്ലാനാർ ആവില്ല. അത്തരം വസ്തുക്കളെയാണ് നമ്മൾ ആന്റി ആരോമാറ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സൈക്ലിക് ആണ്, പ്ലാനാർ ആണ്, കോൺജുഗേറ്റഡ് ആണ്, പക്ഷെ 4n pi ഇലക്ട്രോൺസേ ഉള്ളെങ്കിൽ നമ്മൾ അതിനെ ആന്റി ആരോമാറ്റിക് എന്ന് പറയും. അപ്പം സൈക്ലിക് അല്ല പ്ലാനാർ അല്ല എങ്കിൽ നമ്മൾ അതിനെ നോൺ ആരോമാറ്റിക് എന്ന് പറയും. സൈക്ലിക് ആണ്, പ്ലാനാർ ആണ്, കോൺജുഗേറ്റഡ് ആണ്, പക്ഷെ 4n pi ഇലക്ട്രോണേ ഉള്ളൂ എങ്കിൽ ആന്റി ആരോമാറ്റിക് എന്ന് പറയും. ഇനി 4n plus 2 pi ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ആരോമാറ്റിക് എന്ന് പറയും. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹക്കൽസ് റൂൾ. ഇതാണ് ഹക്കൽസ് റൂൾ എന്ന് പറയുന്നത്. 4n plus 2 pi ഇലക്ട്രോണും 4n pi ഇലക്ട്രോണും അഥവാ ആരോമാറ്റിക് ആൻഡ് ആന്റി ആരോമാറ്റിക് ക്യാരക്ടർ പറയുന്നതാണ് ഹക്കൽസ് റൂൾ. അപ്പൊ ഈ 4 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ തീർച്ചയായിട്ടും മോളിക്യൂൾ ആരോമാറ്റിക് ആയിരിക്കും. ഓക്കെ, 4 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഓർത്തോണം, സൈക്ലിക് ആയിരിക്കണം, പ്ലാനാർ ആയിരിക്കണം, കോൺജുഗേറ്റഡ് ആയിരിക്കണം, ആൻഡ് വി ഷുഡ് ഒബേ ഹക്കൽസ് റൂൾ. ഇപ്പൊ 4 സാറ്റിസ്ഫൈ ചെയ്താൽ ആ മോളിക്യൂള് ആരോമാറ്റിക് ആയിരിക്കും. അപ്പൊ നമുക്ക് എക്സാമ്പിൾസ് ഒന്ന് നോക്കാം. ഒന്ന് ബെൻസീൻ ആണ്. ഒന്നാമത്തെ കണ്ടീഷൻ സൈക്ലിക് ആയിരിക്കണം. ബെൻസീൻ റിംഗ് സൈക്ലിക് ആണ്. ബെൻസീൻ റിംഗ് രണ്ടാമത്തെ കണ്ടീഷൻ പ്ലാനാർ ആണ്.
മൂന്നാമത്തത് കോൺജുഗേറ്റഡ് ആണ്. ഡബിൾ സിംഗിൾ ഡബിൾ സിംഗിൾ ഡബിൾ സോ ആൻഡ് സോ കോൺജുഗേറ്റഡ് ആണ്. ദെൻ നാലാമത്തെ ഹക്കൽസ് റൂൾ ആണ്. എത്ര പൈ ഇലക്ട്രോൺസ് ഉണ്ട്? 2, 4, 6 പൈ ഇലക്ട്രോൺസ്. 6 പൈ ഇലക്ട്രോൺസ് മീൻസ് 4 into 1 plus 2 that satisfy 4n plus 2. ഓക്കെ, അപ്പൊ 4n plus 2 റൂള് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. 3 പൈ ബോണ്ട്, 1 പൈ ബോണ്ടിന് 2 ഇലക്ട്രോൺസ്, സോ മൊത്തം 6 ഇലക്ട്രോൺസ്. So benzene satisfy all the 4 conditions, so it is aromatic. രണ്ടാമത്തത് നാഫ്തലിനാണ്. നാഫ്തലിൻ ഈ നാഫ്തലിൻ ഓർത്തോണം സൈക്ലിക് ആണ്. ഒന്നാമത്തെ കണ്ടീഷൻ സൈക്ലിക് ആണ്. രണ്ടാമത്തത് പ്ലാനാർ ആണ്. മൂന്നാമത് കോൺജുഗേറ്റഡ് ആണ്. എങ്ങനെ നോക്കിയാലും കോൺജുഗേറ്റഡ് ആണ്. ഡബിൾ സിംഗിൾ ഡബിൾ സിംഗിൾ ഡബിൾ. ഇനി ഇങ്ങോട്ടേക്ക് പോയാലും നോക്കിക്കോളൂ. ഡബിൾ സിംഗിൾ ഡബിൾ സിംഗിൾ ഡബിൾ സിംഗിൾ ഡബിൾ സിംഗിൾ ഡബിൾ. ഓക്കെ, ഈ റിംഗ് എടുത്താലും ഈ റിംഗ് എടുത്താലും കോൺജുഗേറ്റഡ് പൈ ബോണ്ട്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ മൂന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ്. നാലാമത്തത് മൊത്തം എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 2, 4, 6, 8, 10 ഇലക്ട്രോൺസ്. 10 പൈ ഇലക്ട്രോൺസ്. 5 പൈ ബോണ്ട്സ്, 10 പൈ ഇലക്ട്രോൺസ്. സോ 10 വിച്ച് ഈസ് 4 into 2 plus 2 അഥവാ 4n plus 2 റൂള് ഒബേ ചെയ്യുന്നതാണ്, സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. സോ നാഫ്തലിൻ ഈസ് ഓൾസോ aromatic. Naphthalene also aromatic. Okay. Then മൂന്നാമത്തെ മോളിക്യൂൾ എന്ന് പറയുന്നത് anthracene. Okay. നോക്കിക്കോളൂ. 1, 2, 3 റിംഗ് ആണുള്ളത് എന്ന് പറഞ്ഞാൽ മോളിക്യൂള് സൈക്ലിക് ആണ്. 3 ഒരേ പ്ലെയിനിലാണ്. ദാറ്റ് മീൻസ് മോളിക്യൂൾ ഈസ് പ്ലാനാർ. നാലാമത്തെ കോൺജുഗേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. സോറി, മൂന്നാമത്തെ കണ്ടീഷൻ ഡബിൾ സിംഗിൾ ഡബിൾ സിംഗിൾ ഡബിൾ സിംഗിൾ ഡബിൾ സിംഗിൾ ഡബിൾ സിംഗിൾ ഡബിൾ സിംഗിൾ ഡബിൾ. എങ്ങനെ നോക്കിയാലും എന്താണ് കോൺജുഗേറ്റഡ് പൈ ബോണ്ട്സ് നമുക്ക് കാണാൻ പറ്റും. 3 റിംഗ് എടുത്താലും കോൺജുഗേറ്റഡ് പൈ ബോണ്ട്സ് ഉണ്ടാവും. ഓക്കെ, കോൺജുഗേറ്റഡ് പൈ ബോണ്ട്സ് ഉണ്ട്. ഇത് വ്യത്യസ്തമായിട്ട് എഴുതാൻ വേണമെങ്കിൽ നമുക്ക് കോൺജുഗേറ്റഡ് പൈ ബോണ്ട്സ് ഉണ്ട്. ഇനി നാലാമത്തെ കണ്ടീഷൻ, ഇപ്പൊ സൈക്ലിക് ആണ്, പ്ലാനാർ ആണ്, കോൺജുഗേറ്റഡ് ഡബിൾ ബോണ്ട്സ് ഉണ്ട്. പിന്നെ നാലാമത്തെ കണ്ടീഷൻ എന്താ? ഹക്കൽസ് റൂൾ ആണ്. മൊത്തം 2, 4, 6, 8, 10, 12, 14 ഇലക്ട്രോൺസ്. 14 പൈ ഇലക്ട്രോൺസ്. ദാറ്റ് ഈസ് 4 into 3 plus 2. That is 4n plus 2. n ന്റെ വാല്യൂ 3. ഇവിടെ n ന്റെ വാല്യൂ 2. ഇവിടെ n ന്റെ വാല്യൂ 1. So 4n plus 2 ഹക്കൽസ് റൂള് ഒബേ ചെയ്യുന്നുണ്ട്. സോ സൈക്ലിക് ആണ്, പ്ലാനാർ ആണ്, കോൺജുഗേറ്റഡ് ആണ്, 4n plus 2 പൈ ഇലക്ട്രോൺസ് ഉണ്ട്. സോ ഇറ്റ് ഈസ് aromatic. It is aromatic. ഓക്കെ, അപ്പൊ സൈക്ലിക് ആയിരിക്കണം, പ്ലാനാർ ആയിരിക്കണം, കോൺജുഗേറ്റഡ് ഡബിൾ ബോണ്ട്സ് വേണം, പിന്നെ ഹക്കൽസ് റൂൾ ഒബേ ചെയ്യണം. ഇനിവിടെ
It is cyclobutadiene. Cyclobutadiene. ഇതൊന്ന് പരിശോധിച്ച് നോക്കാം നമുക്ക്. മോളിക്യൂൾ സൈക്ലിക് ആണ് അല്ലെ, സൈക്ലിക് ആണ്, പ്ലാനാർ ആണ്. മോളിക്യൂള് പ്ലാനാർ ആണ്, അങ്ങോട്ട് ഒരറ്റം പൊങ്ങിയിട്ടും താഴ്ത്തും നല്ലത്. മൂന്നാമത്തെ കണ്ടീഷൻ കോൺജുഗേറ്റഡ്, ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, ആൾട്ടർനേറ്റ് ഡബിൾ ബോണ്ട് ഉണ്ട്, സിംഗിൾ ബോണ്ട് ഉണ്ട്. അപ്പം സൈക്ലോബ്യൂട്ടാഡൈൻ എന്താണ്? സൈക്ലിക് ആണ്, പ്ലാനാർ ആണ്, കോൺജുഗേറ്റഡ് ഡബിൾ ബോണ്ട്സ് ഉണ്ട്. നാലാമത്തെ പോയിന്റ് ഹക്കൽസ് 4n+2 ഒബേ ചെയ്യൂ. എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 4 പൈ ഇലക്ട്രോൺസ്. 4n+2 ഒബേ ചെയ്യൂ? ഇല്ല. ഇത് ഒബേ ചെയ്യുന്ന ഏതാണ്? 4n പൈ ഇലക്ട്രോൺസ് ആണ്. ഇപ്പൊ സൈക്ലിക് ആണ്, പ്ലാനാർ ആണ്, കോൺജുഗേറ്റഡ് ആണ്. പക്ഷേ 4n പൈ ഇലക്ട്രോൺസ് ആണുള്ളെങ്കിൽ നമ്മൾ അതിന് എന്താ പറയാ? ഇറ്റ് ഈസ് ആന്റി aromatic. It is anti-aromatic. Okay, it is anti-aromatic. So cyclobutadiene anti-aromatic ആണ്. Okay, ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ബ്യൂട്ടാഡൈൻ ആണ്. ഇത് സൈക്ലോബ്യൂട്ടാഡൈൻ അല്ല, ബ്യൂട്ടാഡൈൻ ആണ്. ഈ ബ്യൂട്ടാഡൈൻ എന്താണ്? സൈക്ലിക് അല്ല. സോ ഇറ്റ് ഈസ് നോൺ aromatic. സൈക്ലിക് അല്ല, പ്ലാനാർ അല്ലെങ്കിൽ നമ്മൾ അതിനെ നോൺ അരോമാറ്റിക് എന്ന് പറയും. സൈക്ലിക് ആണ്, പ്ലാനാർ ആണ്, കോൺജുഗേറ്റഡ് ആണ്, പക്ഷെ 4n പൈ ആണെങ്കിൽ ആന്റി അരോമാറ്റിക് എന്ന് പറയും. അപ്പൊ ബ്യൂട്ടാഡൈൻ, ഇറ്റ് ഈസ് ബ്യൂട്ടാഡൈൻ. ബ്യൂട്ടാഡൈൻ നോൺ അരോമാറ്റിക് ആണ്, പക്ഷെ സൈക്ലോബ്യൂട്ടാഡൈൻ ആന്റി അരോമാറ്റിക്. ക്ലിയർ? അപ്പൊ ആന്റി അരോമാറ്റിക് നമ്മൾ എപ്പോഴാ പറയുന്നത്? മോളിക്യൂൾ സൈക്ലിക് ആയിരിക്കണം, പ്ലാനാർ ആയിരിക്കണം, കോൺജുഗേറ്റഡ് ഡബിൾ ബോണ്ട്സ് വേണം, പക്ഷേ 4n പൈ ഇലക്ട്രോൺസ് ഉള്ളത്. അത് 4n+2 പൈ ഇലക്ട്രോൺസ് വന്നാൽ എന്ത് സംഭവിക്കും? അത് അരോമാറ്റിക് ആവും. ഓക്കെ, നമുക്കുള്ളത് pyridine. Pyridine. There's a lone pair here on nitrogen. Molecule എന്താണ്? സൈക്ലിക് ആണ്, പ്ലാനാർ ആണ്, കോൺജുഗേറ്റഡ് ഡബിൾ ബോണ്ട്സ് ഉണ്ടോ? നമുക്കുള്ളൂ സിംഗിൾ ഡബിൾ സിംഗിൾ ഡബിൾ, സോറി, ഡബിൾ സിംഗിൾ ഡബിൾ സിംഗിൾ ഡബിൾ സിംഗിൾ. അപ്പൊ ഇത് ഇതിനകത്തേക്ക് വേണമെന്നില്ല. അല്ലാതെ തന്നെ എന്താണ്? ഈ ലോൺ പെയർ which is present on nitrogen is not delocalized. It's not involved in delocalization. അതിന്റെ ആവശ്യമില്ല. കാരണം എന്താണ്? ഓൾട്ടർനേറ്റീവ് ഡബിൾ ആൻഡ് സിംഗിൾ ബോണ്ട് ഓൾറെഡി ഉണ്ട്. ഒരു ഓൾട്ടർനേറ്റീവ് ഡബിൾ ആൻഡ് സിംഗിൾ ബോണ്ട് ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഇത് ആ ഒരു ഡീലോക്കലൈസേഷനിൽ ഉൾപ്പെട്ടേനെ. പക്ഷെ ഇവിടെ അതിന്റെ ആവശ്യമില്ല. അല്ലാതെ തന്നെ ഡീലോക്കലൈസേഷൻ പോസിബിൾ ആണ്. ദാറ്റ് ഈസ് കോൺജുഗേറ്റഡ് ആണ്. കോൺജുഗേറ്റഡ് ആണ്. എത്ര പൈ ഇലക്ട്രോൺസ് ഉണ്ട്? 2, 4, 6 പൈ ഇലക്ട്രോൺസ് ഉണ്ട്. ദാറ്റ് ഈസ് 4n+2 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എന്നിന് 1 കൊടുത്താൽ മതി. 4 × 1+2 6 എന്ന് കിട്ടും. സോ pyridine, it is aromatic. pyridine is aromatic. മറ്റൊരു മോളിക്യൂൾ എടുത്താൽ that is pyrrole. പൈറോൾ എന്ന് പറയുന്നത് ഈ പൈറോള് സൈക്ലിക് ആണ്, പ്ലാനാർ ആണ്, പക്ഷെ കോൺജുഗേറ്റഡ് ആണ്. കോൺജുഗേറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് അടുത്ത അതിന്റെ റെസൊണൻസ് സ്ട്രക്ചർ ഒന്ന് എഴുതി നോക്കട്ടെ. എങ്ങനെയാണത്?
NH. ഈ ഡബിൾ ബോണ്ട് ഇവിടെ തന്നെ ഇരിക്കും. ഈ ലോൺ പെയർ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. സോ ഇറ്റ് ഫോം ലൈക്ക് ദിസ്. ഓക്കെ, ആൻഡ് ദിസ് ഷിഫ്റ്റഡ് ടു ദിസ് കാർബൺ. സോ ഇറ്റ് ഫോം എ നെഗറ്റീവ് ചാർജ്. അല്ലെങ്കിൽ അവിടെ ഒരു ലോൺ പെയർ ഉണ്ടാവും. രണ്ട് പേരും അവിടെ ചെന്ന് നിൽക്കും. നമ്മൾ അതിനെ നെഗറ്റീവ് ചാർജ് ആയിട്ടാണ് ഇടുന്നത്. ആൻഡ് ഹിയർ നൈട്രജൻ ഇപ്പൊ 1, 2, 3, 4 വാലൻസി. സോ ദർ ഇസ് എ പോസിറ്റീവ് ചാർജ്. ഓക്കെ, ഇപ്പൊ നോക്കോളൂ, നൈട്രജന്റെ മുകളിലെ ലോൺ പെയർ ഇപ്പൊ എന്തായി? ഡബിൾ ബോണ്ട് ആയിട്ട് മാറും. ഓക്കെ, ദെൻ അഗൈൻ എന്ത് സംഭവിക്കും? തിരിച്ചു വരും. തിരിച്ചു വരാം. സ്ട്രക്ചറിലേക്ക് തിരിച്ചു വരും. ഇതേ സ്ട്രക്ചറിലേക്ക് തിരിച്ചു വരും. റെസൊണൻസിലൂടെ ഇതേ സ്ട്രക്ചറിലേക്ക് തിരിച്ചു വരും. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? നൈട്രജന്റെ മുകളിലുള്ള ലോൺ പെയർ കൂടി ഡീലോക്കലൈസേഷനിൽ പങ്കെടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ഘട്ടത്തിൽ പൈ ബോണ്ട് ആക്കിയിട്ട് മാറ്റപ്പെടുന്നു. റെസൊണൻസിന്റെ ഒരു ഘട്ടത്തിൽ ആ ലോൺ പെയർ കൂടി എന്താകുന്നു? പൈ ബോണ്ട് ആക്കിയിട്ട് മാറ്റപ്പെടുന്നു. ഓക്കെ, അഥവാ the lone pair present on nitrogen also involved in delocalization. അപ്പോ ആ ഇലക്ട്രോൺ ഡീലോക്കലൈസേഷൻ പങ്കെടുക്കുന്നുണ്ട്. റൈറ്റ്, അങ്ങനെയാകുമ്പോ കോൺജുഗേഷൻ നിലനിർത്തപ്പെടും. എങ്ങനെ കോൺജുഗേഷൻ? ഡബിൾ, സിംഗിൾ, ദെൻ ഇതിങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത ഡബിൾ, സിംഗിൾ, ഡബിൾ, അങ്ങനെ ആ റെസണൻസ് സ്ട്രക്ചറിലൂടെ കോൺജുഗേഷൻ കംപ്ലീറ്റ് ആവുന്നതാണ്. അതല്ലെങ്കിൽ നമ്മൾ കോൺജുഗേഷന്റെ അനിവാര്യമായ നമ്മൾ പി ഓർബിറ്റൽ വരച്ചാണ്. എല്ലാറ്റിലും എന്തുണ്ട്? പി ഓർബിറ്റൽ. എല്ലാറ്റിലും പി ഓർബിറ്റൽ ഉണ്ട്. ഇവിടെ ലോൺ പെയർ ആണെന്ന് മാത്രം. എല്ലാറ്റിലും പി ഓർബിറ്റൽ ഉണ്ടെങ്കിൽ ആ ഒരു കോൺജുഗേഷൻ, ആ റെസണൻസ് കംപ്ലീറ്റ് ആവും, ആ സൈക്കിൾ കംപ്ലീറ്റ് ആവും. സോ ഹിയർ സൈക്ലിക് ആണ്, പ്ലാനാർ ആണ്. കോൺജുഗേഷൻ സംഭവിക്കുന്നുണ്ട്. കാരണം എന്താണ്? ലോൺ പെയർ ഓൺ നൈട്രജൻ ഇസ് ഓൾസോ ഇൻവോൾവ്ഡ് ഇൻ ഡീലോക്കലൈസേഷൻ. ആ നൈട്രജന്റെ മുകളിലെ ലോൺ പെയറും ഡീലോക്കലൈസേഷൻ പങ്കെടുക്കുന്നുണ്ട്. കോൺജുഗേറ്റഡ് ആണ്. നോട്ട് ഓൺലി ദാറ്റ്, ലോൺ പെയർ കൂടി ഡീലോക്കലൈസേഷനിൽ പങ്കെടുക്കുന്നുണ്ട്. മൊത്തം ഇലക്ട്രോണിന്റെ എണ്ണം 2, 4, ലോൺ പെയർ അടക്കം 6 ഇലക്ട്രോൺസ് ഉണ്ട്. 6 ഇലക്ട്രോൺസ് 4n+2 5 ഇലക്ട്രോൺസ് എന്നുള്ള ഹക്കൽസ് റൂൾ ഫോളോ ചെയ്യും. സോ പൈറോൾ ഈസ് ഓൾസോ ആരോമാറ്റിക്. So pyridine is aromatic, pyrrole is aromatic. Then next molecule, which is indole. ബെൻസീൻ റിങ്ങും പൈറോളും കൂടി ചേർന്നതാണ് ഇൻഡോൾ. അതുകൊണ്ട് ഇതിനെ നമ്മൾ ബെൻസോ പൈറോൾ എന്ന് പറയാറുണ്ട്. ബെൻസോ പൈറോൾ. ഇൻഡോൾ എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിങ്ങും പൈറോൾ റിങ്ങും കൂടി ചേർന്നതാണ്, ഫ്യൂസ് ചെയ്തതാണ്. അതുകൊണ്ട് അതിനെ മറ്റൊരു പേരാണ് ബെൻസോ പൈറോൾ. പക്ഷെ കോമൺലി ഇറ്റ് ഈസ് നോൺ ആസ് ഇൻഡോൾ. ഇങ്ങനെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. Molecule is cyclic. രണ്ടും cyclic ആണ്. And molecule is planar. And conjugation സംഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇവിടെ കോൺജുഗേഷൻ ഉണ്ടെന്ന് നമുക്കറിയാം, ഉറപ്പായിട്ടറിയാം. ഡബിൾ സിംഗിൾ ഡബിൾ സിംഗിൾ ഡബിൾ സിംഗിൾ. ഇവിടെ ഡബിൾ ബോണ്ട് വരുമല്ലോ എന്നുള്ളതാണ്. അവിടെയാണ് പൈറോളിന്റെ അതേ ക്യാരക്ടർ പുറത്തേക്ക് എടുക്കുന്നത്. എന്താണത്? ഈ ലോൺ പെയർ ഇങ്ങോട്ടേക്ക് മാറിയിട്ട് ഇത് ഇങ്ങോട്ടേക്ക് പോകും. ഇവിടെ നൈട്രജന്റെ മുകളിലെ ലോൺ പെയർ കൂടി ഡീലോക്കലൈസേഷൻ പങ്കെടുക്കും. അപ്പൊ എന്താവും? ആ ഡീലോക്കലൈസേഷൻ കംപ്ലീറ്റ് ആവും. ഓക്കെ, ആ കോൺജുഗേഷൻ കംപ്ലീറ്റ് ആവും. പൈബോണ്ടിലൂടെ ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഡീലോക്കലൈസേഷൻ കംപ്ലീറ്റ് ആവുന്ന അർത്ഥം, അഥവാ കോൺജുഗേഷൻ കംപ്ലീറ്റ് ആവും. സോ ഇറ്റ് ഈസ് ഡീലോക്കലൈസ്ഡ്. That means
ലോൺ പെയർ ഓൺ നൈട്രജൻ ഓൾസോ ഇൻവോൾവ്ഡ് ഇൻ ഡീലോക്കലൈസേഷൻ. ദെൻ നാലാമത്തെ പോയിന്റ്, എത്ര പൈ ഇലക്ട്രോൺസ് ഉണ്ട്? 2, 4, 6, 8. 8 electrons from 4 pi bonds. 8 electrons from 4 pi bonds. Then 2 electron, that is 2 non pair. Okay. ആ ലോൺ പെയർ 2 ഇലക്ട്രോൺ, മൊത്തം 8 plus 2 10 ഇലക്ട്രോൺ. ഓർത്തോണം 8 എണ്ണം പൈ ബോണ്ടിലാണ്. 1, 2, 3, 4 പൈ ബോണ്ട് ഉണ്ട്. സോ 8 ഇലക്ട്രോൺ. അത് 2 എണ്ണം എന്താണ്? ലോൺ പെയർ. മൊത്തം 10 ഇലക്ട്രോൺ. 10 ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ 4n plus 2. എന്നിന് 2 വാല്യൂ എടുത്താൽ 4 into 2 plus 2 10. So it satisfies 4n plus 2 Huckel's rule. So indole is also aromatic. Indole is also aromatic. ഇവിടെ 6 എന്ന് നമുക്കറിയാലോ അല്ലെ? 2 പൈ ബോണ്ടിൽ നിന്ന് 4 എണ്ണം, ഒരു പൈ ബോണ്ട് 2, ഈ പൈ ബോണ്ട് 2 പ്ലസ് ലോൺ പെയർ 2, മൊത്തം 6. അതേപോലെ തന്നെയാണ് ഇവിടെയും 1, 2, 3, 4 പൈ ബോണ്ടിൽ നിന്ന് 8 എണ്ണം, ഒരു ലോൺ പെയർ 2 എണ്ണം, മൊത്തം 10. സോ indole is also aromatic in nature. സോ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള അരോമാറ്റിസിറ്റിയായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ള മോളിക്യൂൾസ്. ആൻഡ് ഐ ഹോപ്പ് the conditions of aromaticity as well as what are the different molecules showing aromatic character. അത്രയും പോയിന്റ് നമ്മളിവിടെ പറഞ്ഞ പോയിന്റ്സ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.